നമസ്കാരം. ഇസ്രായേലിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. അതനുസരിച്ച് പറഞ്ഞാൽ കളസം കീറിയ അവസ്ഥയിലാണ് ഇസ്രായേൽ ഇപ്പോൾ. ലെബനോനിൽ ഹിസ്ബുള്ള വെടിയുതിർത്ത് വിജയം ആഘോഷിക്കുകയാണ്. മറുഭാഗത്ത് നെതന്യാഹു താടിക്ക് കയ്യും കൊടുത്ത് താഴോട്ട് നോക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ ഒരു വെടിനിർത്തൽ ഇരന്നു വാങ്ങാൻ 6 പ്രധാന കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇസ്രായേൽ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായിട്ട് നെതന്യാഹു എന്ന് പറയുന്ന പൊട്ടൻ പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന വിവരക്കേടുകൾ മൂലം ആ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടലിലാണ് തകർന്നു പോയിരിക്കുന്നത്. പൊതുജനങ്ങൾ കൊടുക്കുന്ന പണമെടുത്ത് ആയുധം വാങ്ങി യുദ്ധം ചെയ്ത് ഇപ്പോൾ കുത്തുവാളയെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ എത്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് അമേരിക്കയുടെ കാല് പിടിച്ച് അവർ ഹിസ്ബുള്ളയുടെ ഭീഷണിയിൽ നിന്നും ഒരു വിധത്തിൽ താൽക്കാലികമായിട്ടെങ്കിലും തടിയൂരിയിരിക്കുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഈ വെടിനിർത്തൽ കരാറ് ഉണ്ടാക്കിയ സമയത്ത് പറഞ്ഞൊരു കാര്യം, ഇസ്രായേലിലെ ആൾക്കാർ അവരുടെ രാജ്യത്ത് തന്നെ അഭയാർത്ഥികളായിട്ട് കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതായത് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ ആൾക്കാരെ വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കാറുണ്ട്. അത് പ്രകൃതി ദുരന്തം മൂലമാണ്. എന്നാൽ ഇസ്രായേലിൽ അവിടുത്തെ സർക്കാരിൻ്റെ കയ്യിലിരിപ്പ് മൂലം അവിടുത്തെ പൗരന്മാർക്ക് സ്വന്തം വീടുകളിൽ താമസിക്കാൻ പറ്റുന്നില്ല. അവർ പലായനം ചെയ്യുകയാണ് സ്വന്തം വീടുകൾ വിട്ട്. അപ്പോൾ ഈ ദുരവസ്ഥ ഒരു രാജ്യത്തുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ സർക്കാരിന് എന്ത് കഴിവുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. സ്വന്തം രാജ്യത്തെ പൗരന്മാർക്ക് അവരുടെ വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം, ഇവരാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ സ്വന്തം ആൾക്കാർക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് പുറത്തോട്ട് പോകും. അതായത് ഇവര് പുറത്തു പോയി പല ആൾക്കാരെയും കൊലപ്പെടുത്തുകയും ഒരുപാട് ആൾക്കാരുടെ വീടുകൾ തകർക്കുകയും ചെയ്ത് നമ്മൾ വായിച്ചു. എന്നാൽ അതേ അവസ്ഥ തന്നെ ഇസ്രായേലി പൗരന്മാർ, ലക്ഷക്കണക്കിന് പൗരന്മാർ കഴിഞ്ഞ ഒരു വർഷമായിട്ട്, അതായത് ഹിസ്ബുള്ളയുടെ ആക്രമണം തുടങ്ങിയ ശേഷം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തനും സ്വന്തം വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, നിരവധി ആൾക്കാർക്ക് സ്വന്തം വീടുകൾ നഷ്ടപ്പെട്ടു, പലായനം ചെയ്ത് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കേണ്ട സാഹചര്യം. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇസ്രായേലി പട്ടാളത്തിൻ്റെ തകർച്ചയാണ്. ഇസ്രായേലി പട്ടാളം വളരെ വലിയ ഒരു തകർച്ച നേരിട്ടിരിക്കുന്നത് ലെബനോനിൽ യുദ്ധം ആരംഭിച്ച ശേഷമാണ്. ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം ഒരു ഇസ്രായേലി പട്ടാളത്തിൻ്റെ വക്താവ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇനിയും ഒരു ലെബനോൻ ആക്രമണം ചിന്തിക്കാൻ പോലും പേടിയാണെന്നാണ്. ഞങ്ങൾ ലെബനോനിൽ ഇനിയും കയറാൻ ഭയപ്പെടുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. അതിൻ്റെ കാര്യം എന്താണ്? ഗാസയിൽ അവർക്ക് യുദ്ധം സുഖകരമായിരുന്നു. അവിടെ ഒരു വൺ സൈഡഡ് യുദ്ധമാണ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ലെബനോനിൽ അതായിരുന്നില്ല. ശക്തമായ തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ തിരിച്ചടിയാണ് ഹിസ്ബുള്ള കൊടുത്തുകൊണ്ടിരുന്നത്. ഒരുപാട് പട്ടാളക്കാർ, ഇസ്രായേലിൻ്റെ ഒരുപാട് പട്ടാളക്കാർ ലെബനോനിൽ കൊല്ലപ്പെട്ടു. ഒരുപാട് പട്ടാളക്കാർക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റി. ഇസ്രായേലിലെ പട്ടാളക്കാരുടെ മാനസികാവസ്ഥ ഗാസയിലും ലെബനോനിലും യുദ്ധം നടത്തി പൂർണ്ണമായിട്ട് തകർന്ന് നിരവധി പട്ടാളക്കാർ ആത്മഹത്യ ചെയ്തു. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഏതാണ്ട് 6 ഇസ്രായേലി പട്ടാളക്കാർ ആത്മഹത്യ ചെയ്തത്. നിരവധി പട്ടാളക്കാർ ആത്മഹത്യ ചെയ്തു എന്നാണ് ഞാനൊരു വാർത്തയിൽ വായിച്ചത്. പക്ഷേ IDF അതിൻ്റെ കൃത്യമായ കണക്ക് പുറത്തുവിടില്ല. ഒരിക്കലും അവർക്ക് പറ്റുന്ന പരാജയങ്ങളുടെ കണക്ക് പുറത്തുവിടാറില്ല. ആയിരക്കണക്കിന് ഇസ്രായേൽ പട്ടാളക്കാർ മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ട് മാനസിക രോഗമുള്ളവരായി വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഒപ്പം കയ്യിലെ ബോംബിൻ്റെയൊക്കെ സ്റ്റോക്കും തീർന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ദുർബലമായ പട്ടാളത്തെ വെച്ചുകൊണ്ട് വീണ്ടും ഹിസ്ബുള്ളയോട് മുട്ടാൻ ചെന്നാൽ ഹിസ്ബുള്ള ബോർഡർ കടന്ന് അകത്തോട്ട് കയറും. അതോടെ നെതന്യാഹുവും ഇസ്രായേലും തീരും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഒഴിവാക്കാൻ എത്രയും വേഗം ഒരു വെടിനിർത്തൽ ആവശ്യമായിരുന്നത് ഹിസ്ബുള്ളയ്ക്കല്ലായിരുന്നു, ഇസ്രായേലിനായിരുന്നു. നാലാമത് ഇസ്രായേലിന് ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെ താവളങ്ങൾ തകർക്കുമെന്നും ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുമെന്നും ഹിസ്ബുള്ളയുടെ കരുത്ത് കുറയ്ക്കുമെന്നും ഹിസ്ബുള്ളയെ ഞങ്ങൾ ഇവിടെ നിന്ന് ഓടിച്ചു വിടുമെന്നൊക്കെ പറഞ്ഞാണ് അവർ ലെബനോനിലോട്ട് പട്ടാളക്കാരെ വിട്ടത്. പക്ഷെ സംഭവിച്ചത് എന്താണ്? സംഭവിച്ചത് ഹിസ്ബുള്ളയുടെ കരുത്ത് പഴയതിനേക്കാൾ കൂടി. ഇസ്രായേലി പട്ടാളമാണ് യഥാർത്ഥത്തിൽ തകർച്ച നേരിട്ടത്. ഹിസ്ബുള്ളയുടെ ഒരു നേതാവ് കൊല്ലപ്പെട്ടു എന്ന് കരുതി ഹിസ്ബുള്ളയ്ക്ക് ഒരു രോമം പോലും കൊഴിഞ്ഞു പോയിട്ടില്ല. ഒരു നേതാവെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മാത്രമാണ്. അയാൾ പോയാൽ ഒന്നും സംഭവിക്കില്ല.
നമ്മുടെ രാജ്യത്തും ഒരിക്കൽ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും പറ്റി? യുദ്ധം ചെയ്യാൻ പോകുന്ന പട്ടാളക്കാരുടെ കൂട്ടത്തിൽ പല മേജർമാരും കേണൽമാരും കൊല്ലപ്പെടാറുണ്ട്. അതുകൊണ്ട് പട്ടാളത്തിന് എന്തെങ്കിലും സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. അത് പൂർവാധികം കരുത്തോടെ മുമ്പോട്ട് പോകും. അതിനേക്കാൾ കരുത്തോടെ നിൽക്കുകയാണ് ഹിസ്ബുള്ള. ഇസ്രായേൽ അവിടെ കയറി ഇത്ര നാളും ലക്കും ലഗാനും ഇല്ലാതെ ഒരുപാട് പാവങ്ങളെ കൊന്നൊടുക്കിയിട്ടും ഹിസ്ബുള്ളയ്ക്ക് ഒരു ചുക്കും സംഭവിച്ചിരുന്നില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായിരുന്നു ഈ വെടിനിർത്തൽ വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം അവർ ഇസ്രായേലിലേക്ക് നടത്തിയ റോക്കറ്റ് ആക്രമണം. ഏതാണ്ട് 300-350 റോക്കറ്റാണ് അവർ ഇസ്രായേലിലേക്ക് വിട്ടത്. ഇനിയും വർഷങ്ങളോളം യുദ്ധം ചെയ്യാൻ ഇഷ്ടം പോലെ ആയുധം അവരുടെ പക്കലുണ്ട്. ഇസ്രായേലിനതറിയാം. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയോട് തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, പത്രങ്ങളിലൂടെ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായി. അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ കരുത്തിൽ നിന്നും തടിയൂരി രക്ഷപ്പെടണമായിരുന്നു. അമേരിക്ക സഹായിച്ചു, രക്ഷപ്പെട്ടു. ഇസ്രായേലിനുള്ള മറ്റൊരു തിരിച്ചടി എന്ന് പറയുന്നത് ഈ വെടിനിർത്തൽ കരാർ യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളയ്ക്ക് ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ്. വെടിനിർത്തൽ കരാർ അനുസരിച്ചിട്ട് ഇസ്രായേലിൻ്റെ പട്ടാളക്കാർ ലെബനാൻ ബോർഡറിൽ നിന്നും ഒഴിഞ്ഞു പോകണം, ഹിസ്ബുള്ളയും അവിടെ നിന്നും ഒഴിഞ്ഞു പോകണം. രണ്ടുപേരും ഇത് സമ്മതിച്ചു. ഹിസ്ബുള്ള അവരുടെ ആൾക്കാരെ ഏതാണ്ട് ഒരു 40 കിലോമീറ്റർ അകലേക്ക് മാറ്റണമെന്നാണ് ഇസ്രായേലിൻ്റെ ആവശ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ലോകത്തിലേക്കും കരുത്തിട്ട രാജ്യം, സാങ്കേതികതയുള്ള രാജ്യം ഹിസ്ബുള്ളയെ പേടിക്കുകയാണ്. ഹിസ്ബുള്ള അവിടെ ബോർഡറിലുണ്ടെങ്കിൽ ഇസ്രായേലികൾക്ക് അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. ഇത്രയ്ക്ക് ദുർബലമായ ഒരു രാജ്യത്തെയാണോ നമ്മുടെ നാട്ടിലെ പത്രക്കാരൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ചിത്രീകരിക്കുന്ന ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സഹതാപം തോന്നുകയാണ് പത്രക്കാരോടൊക്കെ. എന്തിനാണ് ഇങ്ങനെ കള്ളെഴുതി വിടുന്നത്? ബോർഡറിൽ ഹിസ്ബുള്ള കിടപ്പുണ്ടെങ്കിൽ ഇസ്രായേലിന് പേടിയാണ്. എന്തായാലും ശരി, ഹിസ്ബുള്ള സമ്മതിച്ചു, ഞങ്ങളങ്ങ് പോയേക്കാം. പക്ഷേ ഹിസ്ബുള്ളയ്ക്ക് അത് ബാധകമായിട്ട് വരില്ലെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ലെബനനിലെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക്, യുദ്ധം നടത്തുന്ന സ്ഥലത്തിലേക്കൊക്കെ ആൾക്കാർ തിരിച്ചു വരാൻ തുടങ്ങി. കൂട്ടമായിട്ട് തിരിച്ചു വരാൻ തുടങ്ങി. ഇങ്ങനെ തിരിച്ചു വരുന്നവരുടെ കൂട്ടത്തിൽ ഹിസ്ബുള്ള പോരാളികളുമുണ്ട്. ഹിസ്ബുള്ള അവിടെ നിന്ന് പിൻവാങ്ങിയെങ്കിലും ഈ വരുന്നവരുടെ കൂട്ടത്തിൽ ഹിസ്ബുള്ള അവരുടെ ആൾക്കാരെ തിരിച്ചയക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം വെടിനിർത്തൽ വന്നാലും ലെബനോൻ ബോർഡറിൽ തുടരും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മാത്രമല്ല, ഇസ്രായേൽ പട്ടാളം എന്തെങ്കിലും വൃത്തികേട് കാണിക്കുന്നുണ്ടോ എന്ന് അവർ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുമുണ്ട്. എന്തെങ്കിലും അഭ്യാസം നെതന്യാഹു കാണിക്കത്തില്ല, കാണിച്ചാൽ ആ സ്പോട്ടിൽ അവർ ഇസ്രായേലിനെ അടിക്കും. അതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഹിസ്ബുള്ള ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. വെടിനിർത്തൽ അവരെ സംബന്ധിച്ച് ഒരു കോമഡി മാത്രമാണ്. ഇസ്രായേൽ പക്ഷേ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഇസ്രായേലിലെ സമ്പന്നരായിട്ടുള്ള ആൾക്കാരൊക്കെ രാജ്യം ഉപേക്ഷിച്ച് പോവുകയാണ്. കാരണം ഈ രാജ്യം സുരക്ഷിതമല്ല എന്നവർക്ക് മനസ്സിലായിരിക്കുന്നു. പ്രധാനമായിട്ടും രാജ്യം വിട്ടു പോകുന്നത് സമ്പന്നർ മാത്രമാണ്. ഗൂഗിളിലും അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിലും ഒക്കെ ജോലി ചെയ്യുന്ന ഹൈലി പെയ്ഡ് ഒഫീഷ്യൽസും അതുപോലെ തന്നെ പല ബിസിനസ്സുകാരും ഈ രാജ്യം ഉപേക്ഷിച്ചിട്ട് യൂറോപ്പിലേക്ക് പോവുകയാണ്. യൂറോപ്പിൽ അവർക്ക് പോകാൻ പ്രയാസമൊന്നുമില്ല. കാരണം നേരത്തെ ഇവരൊക്കെ യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. മിക്കവാറും എല്ലാവരുടെയും പക്കൽ ഡബിൾ പാസ്പോർട്ടുണ്ട്. യൂറോപ്യൻ പാസ്പോർട്ടും ഉണ്ട്, ഇസ്രായേലി പാസ്പോർട്ടും ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പ്രത്യേകിച്ച് വിസയൊന്നും വേണ്ട, ജസ്റ്റ് കയറി അങ്ങ് പോകാം. അപ്പോൾ ഈ രാജ്യത്ത് നിന്ന് കഴിഞ്ഞാൽ ഏത് സമയത്തും തങ്ങൾ കൊല്ലപ്പെട്ടേക്കാം, തങ്ങൾക്ക് സമാധാനത്തോടെ ഇവിടെ അന്തി ഉറങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ധനികരായിട്ടുള്ള ആൾക്കാർ അവിടെ നിന്ന് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇസ്രായേലിൻ്റെ സമ്പദ്ഘടന കൂടുതൽ തകരും. സമ്പന്നര് മാത്രമേ രാജ്യം വിട്ട് പോവുകയുള്ളൂ. കാരണം പാവപ്പെട്ട ആൾക്കാർ ഇങ്ങോട്ട് പോകാനാണ്, അവരോട് തന്നെ തുടരും. പക്ഷെ അവരോട് തുടർന്നുകൊണ്ട് ഇസ്രായേലിന് സാമ്പത്തികമായിട്ട് ഗുണമൊന്നുമില്ല. സമ്പന്നരും ബിസിനസ്സും ഒക്കെ അവിടുന്ന് കുറേശ്ശെയായിട്ട് യൂറോപ്പിലേക്ക് പോകുമ്പോൾ, യൂറോപ്പിലേക്ക് അവർ പറിച്ചുമാറ്റി നടുമ്പോൾ ഇസ്രായേലിൻ്റെ സമ്പദ്ഘടന ദൂരവ്യാപകമായിട്ട് തകർച്ച നേരിടും. സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ അവിടെ നിന്നും ആൾക്കാർ ഒഴിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരുടെ കഴിവുകേടാണ്. ഇനി പല ആൾക്കാരും പറയുന്നൊരു കാര്യം, ഈ ഹിസ്ബുള്ള ഇപ്പോൾ വെടിനിർത്തലിന് സമ്മതിച്ചത് മോശം കാര്യമായി പോയി എന്നാണ്. അതായത് അവരുടെ ഒരു വലിയ ആവശ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ഗാസയിലുള്ള ആക്രമണം നിർത്തണം എന്നതായിരുന്നു. എന്നാൽ ഇസ്രായേൽ അത് നിർത്താതെ ഹിസ്ബുള്ള വെടിനിർത്തലിനെ സമ്മതിച്ചതാണ് പല ആൾക്കാരുടെയും പുരികങ്ങൾ ചുളിക്കുന്നത്. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ മുമ്പ് നിങ്ങളോട് പലവട്ടം പറഞ്ഞൊരു കാര്യമുണ്ട്. ഹമാസ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സൃഷ്ടിയാണ് എന്ന സത്യം ഹമാസിൻ്റെ പ്രാരംഭ സമയത്തുണ്ടായിരുന്ന, അതായത് ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്ന സമയത്തുണ്ടായിരുന്ന നേതാക്കന്മാരിൽ പ്രധാനികളായിട്ടുള്ള യഹ്യ സിൻവറും ഇസ്മായിൽ ഹാനിയുമൊക്കെ ഇസ്രായേലി ചാരന്മാരായിരുന്നു. ഇവർക്ക് പണം നൽകിയാണ് അവർ ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ നിലനിർത്തിയിരുന്നത്.
ഹമാസിലെ സാധാരണക്കാർക്ക് അവരുടെ നേതാക്കന്മാർ ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഗാസയിലേക്ക് കയറിക്കൂടി ഇസ്രായേലിന് വളരെ സുഖമായിട്ട് തന്നെ അവിടെ യുദ്ധം നടത്താൻ പറ്റി. കാരണം തിരിച്ചടിയൊന്നുമില്ല, കാര്യമായിട്ട് പേരിനുള്ള തിരിച്ചടി മാത്രമേ ഉള്ളൂ. നേതാക്കന്മാർ ആ രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്തിരുന്നത്. ശരിക്കും ഹമാസ് ഹിസ്ബുള്ളയെ പോലെ ശക്തമായിട്ട് ഇസ്രായേലിനെ തിരിച്ചടിച്ചിരുന്നെങ്കിൽ ഇസ്രായേൽ അവിടെ നിന്നും എന്നെ ഓടി രക്ഷപ്പെട്ടെ. എന്നാൽ ഹമാസ് അവർക്കവിടെ ആക്രമണം നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത് എന്നതാണ് റിയാലിറ്റി. അതുകൊണ്ടാണ് ഇസ്മായിൽ ഹാനിയെ ഇറാൻ കൊലപ്പെടുത്തിയത്. നിങ്ങൾക്കറിയാം, ഇസ്മായിൽ ഹാനിയ കൊല്ലപ്പെടുന്നത് ഇറാനിൽ വെച്ചാണ്. ഹമാസിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയും അതേപോലെ തന്നെ ഗാസയിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയും ഹമാസിന്റെ നേതാക്കൾ ചതിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഇറാൻ ഇസ്മായിൽ ഹാനിയെ പരുവത്തിന് അങ്ങ് തട്ടി. അയാൾ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് ഒരുപാട് കോമഡി സ്റ്റോറികൾ വന്നത് നിങ്ങൾക്കറിയാം. ആദ്യം വന്ന തിയറി, അങ്ങേരുടെ മുറിയിൽ ആരോ 2 മാസം മുമ്പേ ബോംബ് കൊണ്ടുവച്ചു വന്നാണ്. അങ്ങേര് ആ സമയത്ത് അവിടെ ചെല്ലുമെന്നും ആ മുറിയിൽ തന്നെ താമസിക്കുമെന്നും 2 മാസം മുമ്പേ ആര് എങ്ങനെ അറിഞ്ഞു? അതും ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഹാനിയ അവിടെ ചെന്നത്. അയാളുടെ ശവസംസ്കാര ചടങ്ങിൽ മറ്റോ പങ്കെടുക്കാനായിട്ടാണ് ചെന്നത്. അപ്പോൾ ഇയാള് കൃത്യമായിട്ട് ആ സമയത്ത് കൊല്ലപ്പെടുമെന്നും ഹാനിയ അവിടെ പോകുമെന്നും പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആ മുറിയിൽ താമസിക്കുമെന്നൊക്കെ 2 മാസം മുമ്പ് ആരറിയാനാണ്. അപ്പോൾ ആദ്യം വന്ന ആ തിയറി അങ്ങ് പൊളിഞ്ഞു പോയി. അതൊരു പൊട്ടക്കഥയാണെന്നുള്ളത് ഇറാന് തന്നെ മനസ്സിലായി. പിന്നീട് അവരുണ്ടാക്കിയ സ്റ്റോറി അങ്ങനെയല്ല കൊല്ലപ്പെട്ടത്, ബോംബ് വെച്ചൊന്നുമല്ല അയാൾ കൊല്ലപ്പെട്ടത്, പുറത്തു നിന്നും ഒരു പ്രൊജക്ടൈൽ അയാളുടെ മുറിയിലേക്ക് ചെന്നാണ് കൊന്നതെന്നാണ്. അത് ചെയ്തത് ഇസ്രായേൽ ആണെന്നും ഇറാൻ പറഞ്ഞു. പക്ഷേ ഇസ്രായേൽ ഹാനിയെ തങ്ങൾ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഇസ്രായേലിന് അത് ചെയ്യാനും പറ്റില്ല. കാരണം ഇറാന്റെ അതീവ സുരക്ഷാ മേഖലയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇറാന്റെ അകത്ത് കയറി അത് ചെയ്യാനുള്ള ത്രാണിയൊന്നും ഇസ്രായേലിനില്ല. അപ്പോൾ അയാളെ കൊലപ്പെടുത്തിയത് ഇറാൻ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇറാൻ മിലിറ്ററിയുടെ സംരക്ഷണയുള്ള ഒരു സ്ഥലത്താണ് അത് നടക്കുന്നത്. അപ്പോൾ ഇസ്മായിൽ ഹാനിയ ഒരു ഇസ്രായേലി ചാരനാണ്. അയാളുടെ കീഴിൽ ഹമാസ് ഒരിക്കലും ഇസ്രായേലുമായിട്ട് ഒരു ശക്തമായ യുദ്ധം ചെയ്യില്ല എന്നറിഞ്ഞ ഇറാൻ അയാളെ കൊലപ്പെടുത്തി. യഹ്യ സിൻവർ ഗാസയിലുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ അണ്ടർഗ്രൗണ്ടിൽ മാസങ്ങളായിട്ട് സുഖമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന സിൻവർ പുറത്തെങ്ങനെ എത്തി എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ. ഇസ്രായേലി സേന അയാളെ കൊലപ്പെടുത്തിയെന്നാണ് വാർത്ത. പക്ഷേ ഇസ്രായേലി സേന യഹ്യ സിൻവർ കൊല്ലപ്പെട്ടതായിട്ട് അറിയുന്നത് 2-3 ദിവസം കഴിഞ്ഞാണ്. അപ്പോൾ അവർ തന്നെയാണോ അയാളെ കൊന്നതെന്നുള്ളത് അവർക്ക് തന്നെ ഉറപ്പില്ല. അവർ പിന്നീടാണ് അറിയുന്നത് ഇയാൾ കൊല്ലപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാൾ ഇയാളായിരുന്നു. അപ്പോൾ ഇയാളെ കൊന്നത് ഇവരാണോ അതോ ഇറാന്റെ ചാരന്മാർ ഗാസയിലുണ്ടോ, ഇറാൻ തന്നെ ഇയാളെ മാളത്തിൽ നിന്ന് പുറത്തേ അടിച്ച് കൊലപ്പെടുത്തിയാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഹമാസിന്റെ നിയന്ത്രണം തുടക്കത്തിൽ ഇസ്രായേലിന്റെ കൈകളിലായിരുന്നു എങ്കിൽ പിന്നീടത് ഇറാന്റെ കൈകളിലേക്ക് പോയിട്ടുണ്ട്. ഇറാന്റെ കൈകളിലേക്ക് ഹമാസിന്റെ നിയന്ത്രണം പോയിട്ടുണ്ട് എങ്കിൽ ഹിസ്ബുള്ള യുദ്ധം തുടരേണ്ട കാര്യമില്ല. കാരണം ഇറാന്റെ പിന്തുണയോടെയാണ് ഹിസ്ബുള്ള ഇസ്രായേലിനോട് ശക്തമായിട്ട് പോരടിച്ചു നിൽക്കുന്നത്. അതേപോലെ തന്നെ ഹമാസിന് ഇറാന്റെ പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹിസ്ബുള്ള ഇപ്പുറത്ത് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹമാസ് തന്നെ ഇസ്രായേലിനെ നേരിട്ട് കൊള്ളും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകണം ചേട്ടച്ചാരായിട്ടുള്ള അമേരിക്കയും അനിയച്ചാരായിട്ടുള്ള ഇസ്രായേലും ഇപ്പോൾ ഹിസ്ബുള്ളയുമായിട്ട് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും ഇതിൻ്റെ പിന്നാലെ തന്നെ ഗാസയിലെ അതിക്രമം മിക്കവാറും അവർ അവസാനിപ്പിക്കാനും പോകുന്നത്. ഒരുപക്ഷെ ഹിസ്ബുള്ളയോട് അമേരിക്ക രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും, ഗാസയിലെ കാര്യം തൽക്കാലം നമ്മൾ കരാറിൽ പറയുന്നില്ല, പക്ഷെ അവിടുത്തെ കാര്യം എത്രയും പെട്ടെന്ന് ഞങ്ങൾ പരിഹരിച്ചോളാം, നിങ്ങൾ വെടിനിർത്തലിന് സമ്മതിക്കണം. അങ്ങനെയാകണം ഹിസ്ബുള്ള സമ്മതിച്ചത്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഹമാസിന്റെ നിയന്ത്രണം തങ്ങളുടെ കൈകളിൽ നിന്ന് പോയി, ഇപ്പോൾ അത് ഇറാന്റെ കൈകളിലാണ്. ഇനി അങ്ങോട്ടുള്ള യുദ്ധം ചെയ്യൽ പഴയതുപോലെ സുഗമമാകില്ല. പക്ഷേ തീർച്ചയായിട്ടും പത്രങ്ങളിലൂടെ അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് പത്രങ്ങളിൽ എന്നും വാർത്തകൾ കാണാൻ സാധിക്കും, ഇസ്രായേൽ ഇത്ര വീടുകൾ തകർത്തു, ഇത്ര പേരെ ബോംബിട്ട് വന്നു എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് പത്രക്കാർക്ക് പോലും അറിഞ്ഞുകൂടാ. ഇസ്രായേൽ അങ്ങോട്ട് ആരെയും കടക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങോട്ട് എന്നെങ്കിലല്ലേ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് പറയാൻ പറ്റും. എന്ത് തന്നെയായാലും ശരി, ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. സാമ്പത്തികമായിട്ട് തകർന്ന് മിലിറ്ററിക്കാരൊക്കെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടി
ഒരുപാട് പേര് ആത്മഹത്യ ചെയ്ത്, ഒരുപാട് സമ്പന്നന്മാർ ഇസ്രായേൽ രാജ്യം വിട്ട് പുറത്തുപോയി. അങ്ങനെ ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് നെതന്യാഹുവും സംഘവും. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും മോശപ്പെട്ട പ്രധാനമന്ത്രി ആരാണ് എന്ന് നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് നെതന്യാഹു എന്ന് തന്നെയായിരിക്കും. താങ്ക് യു.